മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായി ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ചേരുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പെട്രോൾ നികുതിയുടെ കാര്യത്തിൽ പരിശോധന തുടരുന്നു. ഇന്ധന സെസ് ഒഴിവാക്കുന്നത് പരിശോധിക്കുന്നു. അബു ജോൺ ജോസഫിനെ ചീഫ് വിപ്പാക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോൾ ലിറ്ററിന് ₹2.61 ഡീസലിന് ₹2.71 വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇത് 4ാമത്തെ തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം രാജ്യത്ത് നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ചില്ലെന്ന് ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച്. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച കോടതി NTA വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർന്നത് NTA ഉള്ളിൽ നിന്നാണെന്ന CBI കണ്ടെത്തൽ ശരിവെച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. കരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് ആശ്വാസം. വിധി നടപ്പാക്കാൻ കോടതി സമയം നീട്ടി നൽകി. ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന് സർക്കാർ. അഡ്വക്കേറ്റ് ജനറലിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ഗൺമാൻമാരായ അനിൽ കല്ലിയൂരും സന്ദീപും നൽകിയ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. അതേസമയം ഗൺമാൻമാരുടെ മർദ്ദനത്തിന്റെ തെളിവ് നശിപ്പിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേകം കേസെടുക്കാൻ നിയമോപദേശം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിനുള്ളിൽ വെച്ച് ആക്രമിച്ചെന്ന കേസിൽ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. വ്യോമയാന വകുപ്പുകൾ ചുമത്താൻ പ്രോസിക്യൂഷൻ അനുമതി തേടി കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ ആവശ്യം തള്ളിയിരുന്നു. ഇതുമൂലം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ വകുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചത്. വഖഫ് ബോർഡിന്റെ ഉമീദ് വിജ്ഞാപനം റദ്ദാക്കി മുനമ്പത്തെ വഖഫ് കുറ്റികൾ അറബിക്കടലിൽ എറിയണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം. വഖഫ് ബോർഡ് തർക്കഭൂമിയിലെ കുടുംബങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണെന്ന് മുഖപ്രസംഗത്തിൽ ആരോപണം. തൃശൂർ നഗരത്തിൽ വിരണ്ടോടി വൻ നാശനഷ്ടം വരുത്തിയ ആനയ്ക്ക് എഴുന്നള്ളിപ്പുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി വനംവകുപ്പ്. 15 ദിവസത്തെ വിലക്കിന് ശേഷം 3 വെറ്റിനറി ഡോക്ടർമാർ ആനയെ പരിശോധിക്കും. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിൻ്റെതാണ് ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന. കഴിഞ്ഞ ശനിയാഴ്ച തൃശൂർ ചെമ്പക്കാവ് പ്രദേശത്താണ് ആന വിരണ്ടോടി നാശം വരുത്തിയത്.